എന്തൊക്കെയാ ഇന്നെന്താ പണി? എന്താടാ ഒന്നും പറയണ്ട. എന്റെ മോലാളിന്റെ ഇവിടുന്ന് കുറെ വാഴക്കന്ന് കൊണ്ടോ എനിക്ക്. ഞാൻ അത് മുഴുവൻ കുഴിച്ചിടണം പോയിട്ട്. എനിക്ക് അതേമാതിരി തന്നെ മുതലാളി അപ്പുറത്ത് പറമ്പ് വാങ്ങിക്കണം. എവിടെ? ഇതിന്റെ താഴെ. അത് ശരി. ഞാൻ മൊത്തം കാട് മൊത്തം വെട്ടി വൃത്തിയാക്കണം. അങ്ങനെ ഓരോ പണികളാ മോനെ. എടാ എനക്കറിയാം ഞാൻ ആ വീട്ടിൽ എന്തൊക്കെ പണിയെടുക്കണേന്ന്. ഇന്ന് രാവിലെ തന്നെ ആ വീടിന്റെ മുറ്റം കംപ്ലീറ്റ് ഞാൻ അടിച്ചു വാരി. അത് കഴിഞ്ഞിട്ട് ആ വീട് കംപ്ലീറ്റ് പെയിന്റ് അടിച്ച്, ബാത്റൂം കംപ്ലീറ്റ് ഞാൻ തേച്ചൊരച്ച് കഴുകി. ഇതൊക്കെ കഴിഞ്ഞിട്ട് മൊലാളിച്ചമ്മയ്ക്ക് ഡാൻസ് പഠിക്കണം, അതും പഠിപ്പിച്ചു കൊടുത്ത്. ഇത് കഴിഞ്ഞപ്പോണ്ട് മൊലാളിൻ്റെ ചെക്കൻ ഓൻ്റെ ഹോംവർക്കും കൊണ്ടുവന്നിട്ട് അത് കംപ്ലീറ്റ് ഞാൻ ചെയ്തു കൊടുത്ത്. ഇത് കഴിഞ്ഞപ്പോണ്ട് മൊലാളിൻ്റെ വെള്ളനത്തലും കൊണ്ടുവന്നിരിക്കുന്നു, അത് കംപ്ലീറ്റ് ഞാൻ അവിടെ കുത്തി നന്നാക്കി. ഇയാൾക്ക് പറയണേ ഞാനെന്തൊക്കെ പണിയെടുക്കണോ? ചോറുണ്ടാക്കലും കറി ഉണ്ടാക്കലും അത് പോട്ടാന്ന് വിചാരിക്കുക. ഇന്ന് രാവിലെ പെട്ടെന്ന് മൂപ്പനോട് പറയാം വീടിന് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടണമെന്ന്. അതെന്നോട് ഞാൻ മൊത്തം കോമ്പൗണ്ട് വാൾ കെട്ടിക്കൊടുത്ത്, മുറ്റം മൊത്തം ഇന്റർലോക്ക് വിരിച്ചെടുത്ത്, ഗേറ്റ് വരെ വെച്ചെടുത്ത്. അത് കഴിഞ്ഞപ്പോ മൂപ്പര് പറയാണ് കിണറ്റിൽ പൂച്ച വീണ്. അയ്യോ. അങ്ങനെ കിണറ്റിൽ ഇറങ്ങി പൂച്ചേനെടുത്ത് കിണർ മൊത്തം വൃത്തിയാക്കി. അതൊക്കെ കഴിഞ്ഞപ്പോ മൂപ്പര് അച്ഛന്റെ മുട്ടുകാലിന്റെ ഓപ്പറേഷൻ നടത്തണമെന്ന്. അങ്ങനെ ഞാൻ ഇരുന്ന് മുട്ടുകാലിന്റെ ഓപ്പറേഷൻ ഒക്കെ നടത്തി കൊടുത്ത് ഇതൊക്കെ കഴിഞ്ഞ് ഒന്നും സ്വസ്ഥാവാന്ന് വിചാരിച്ചപ്പോ പറയാണ് മൂപ്പര് അമ്മായിയമ്മയ്ക്ക് സുംബ പഠിക്കണം. ആ കുമ്പി വെച്ചിട്ടാ പെണ്ണുങ്ങൾ ഈ സുംബ പഠിക്കാൻ പോണേ. അങ്ങനെ ആ തള്ളേനെ കുമ്പയും പഠിപ്പിച്ചു കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്. എന്തൊരു ഗതികേടാ നോക്കി. നമുക്ക് ആയിട്ട് ജനിക്കണ്ടില്ലടാ. അത് നോക്കണ്ടാ. ഇപ്പൊ ഓരോ സമയം ഒരു ഇമ്പളെ കൊണ്ട് പണിയെടുപ്പിക്കും. നാളെ മുമ്പൊക്കെ ഒരു സമയം വരാണ്ട്, അന്ന് ഇമ്പള് വെറുതെ ഇരിക്കും, ഇവനെ കൊണ്ടൊക്കെ പട്ടിപ്പണി എടുപ്പിക്കും. എന്നാ ശരി, ശരിടാ. ജയ്. ഓ ഓക്കെ.